ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കർത്താവിലേറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, നരകാഗ്നിക്ക് ഇരയായിത്തീരുന്ന ഒരു പാപമുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് 10 കൽപ്പനകളുണ്ട്. എല്ലാ കൽപ്പനയും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നരകാഗ്നിക്ക് ഇരയാകുന്ന ഒരു പാപമുണ്ട്. പക്ഷെ നമ്മളത് ആരും ശ്രദ്ധിക്കുന്നില്ല. നിസ്സാരമായൊരു കാര്യമായിട്ട് പലരും അതിനെ ഗണിക്കുകയാണ്. എന്നാൽ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്, ആ പാപം ചെയ്താൽ അവൻ ഉറപ്പായിട്ടും നരകാഗ്നിക്ക് ഇരയായിത്തീരും. അതെന്ത് പാപമാണെന്നറിയാമോ? മത്തായി സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 22-ാം വചനത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറയുകയാണ്, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അതായത് നമ്മൾ പലരെയും കുറിച്ച് കളിയാക്കാറുണ്ട്. അവൻ കഴിവില്ലാത്തവനാണ്, അവന് കൊള്ളില്ല, അവനൊരു കാര്യം ഏൽപ്പിച്ചാൽ അവനത് ചെയ്യില്ല എന്നും പറഞ്ഞ് പലർക്കും പല പേരുകളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ 4 പേര് കൂടിയിരിക്കുമ്പോൾ ആ പേരുകളൊക്കെ വിളിച്ച് നമ്മൾ അവരെ കളിയാക്കാറുമുണ്ട്. ചില ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് മറ്റുള്ള ഒരാളുടെ ബലഹീനതകളെ ചൂണ്ടിക്കാണിച്ച് അവരുടെ പേരുകൾ മാറ്റി വിളിച്ച് അവിടെ ഒരു രസകരമായ ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുന്ന ഒരാൾ ആ കൂട്ടത്തിലുണ്ടാവും. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരാളെയും നമ്മൾ മോശമെന്ന് പറയാൻ ഇടവരാതിരിക്കട്ടെ. എല്ലാവരും വിലപ്പെട്ടവരാണ്. ചിലർക്ക് കഴിവ് കുറവുണ്ടാകാം, ചിലർക്ക് സൗന്ദര്യം കുറവുണ്ടായിരിക്കാം, ചിലർക്ക് സാമ്പത്തികമായിട്ട് കുറവുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നരകാഗ്നിക്ക് ഇരയായിത്തീരുന്നൊരു പാപമാണിത്. വിഡ്ഢി എന്ന് വിളിക്കുന്നവനായിട്ട് നരകാഗ്നിക്ക് ഇരയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വില കൽപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റട്ടെ. പകലെപ്പോഴെങ്കിലും നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നൊരു വചനം എടുത്ത് വായിക്കണം. ഫിലിപ്പിയർ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം നിങ്ങളിത് വീട്ടിൽ നിന്ന് വായിക്കണം. അതിൽ നമ്മുടെ കർത്താവായ യേശു എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് അത് നിങ്ങൾ വായിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് വരും. അങ്ങനെ എല്ലാവരെയും ശ്രേഷ്ഠരായി കാണുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ കൃപ നൽകട്ടെ. സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.